കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈബർ ക്രൈംസിനെ കുറിച്ചാണ്. പേജ് നമ്പർ 48 തൊട്ട് 52 വരെയാണ് സൈബർ ക്രൈംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സൈബർ ക്രൈംസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമല്ലോ, അതുപോലെ തന്നെ സൈബർ ക്രൈംസും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സൈബർ ക്രൈംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. IT ആക്ട് 2000 പറഞ്ഞിരിക്കുന്ന കുറേ ക്രിമിനൽ ആക്ടിവിറ്റീസ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചുള്ള കുറേ ക്രിമിനൽ ആക്ടിവിറ്റീസിനെയാണ് സൈബർ ക്രൈംസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതെന്താണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. സൈബർ ക്രൈംസ് ക്യാൻ ഇൻവോൾവ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ട്രഡീഷണൽ ഇൻ നേച്ചർ സച്ച് ആസ് തെഫ്റ്റ്, ഫ്രോഡ്, ഫോർഗേറ്റ്, ഡിസമിനേഷൻ ആൻഡ് മിസ്ചീഫ്. അപ്പം ഇതുപോലെ സംഭവിക്കുന്നതാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. തെഫ്റ്റ് ആകാം, ഫ്രോഡ് ആകാം, ഫോർജറി ആകാം, ഡിസ്ഫാമിനേഷൻ ആകാം, മിസ്ചീഫ്, എന്തും സൈബർ ക്രൈംസ് ആകാം. The abuse of computers has also given birth to new age crimes that are addressed by the Information Technology Act 2000. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സൈബർ ക്രൈംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈബർ ക്രൈംസ് സാധാരണ മെയിനായിട്ട് 2 കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഒന്ന് ദ കമ്പ്യൂട്ടർ അസറ്റ് ടാർജറ്റ്. അത് കമ്പ്യൂട്ടർ അസറ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അടുത്ത കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ദ കമ്പ്യൂട്ടർ അസറ്റ് ടാർജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹാക്കിങ്, അല്ലെങ്കിൽ വൈറസ് ഓർ വേം അറ്റാക്സ്, ഡോസ് അറ്റാക്സ്, ഇതൊക്കെ ദ കമ്പ്യൂട്ടർ അസറ്റ് ടാർജറ്റ് എന്ന് പറയുന്ന സൈബർ ക്രൈം കാറ്റഗറിയിൽ പെടുന്നവയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്, ദ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. അപ്പം കമ്പ്യൂട്ടർ തന്നെ ഒരു ആയുധമായി ഉപയോഗിച്ച് റിയൽ വേൾഡ് ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ദ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ക്രൈംസ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ ടെററിസം, IPR വയലേഷൻ, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, പോർണോഗ്രഫി എല്ലാം ദ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവേ ആണ്. ലിസ്റ്റ് ഓഫ് സൈബർ ക്രൈംസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പം ഈ സൈബർ ക്രൈംസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് ഹാക്കിങ്. ഈ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ ഒരു ആളുടെ, ഒരു അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഏത് തരത്തിലുള്ള ആക്സസിന് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ, കൺസേൺഡ് അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ഏത് തരത്തിൽ ആക്സസ് ചെയ്യുന്നതും അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ഹാക്കിംഗ് എന്ന് പറയുന്ന സൈബർ ക്രൈം ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുന്നത് ട്രോജൻ അറ്റാക്ക്. ഇപ്പോൾ ട്രോജൻ അറ്റാക്ക് എന്ന് പറയുമ്പം എങ്ങനെയെങ്കിലും നമ്മൾ അറിയുകയല്ല, നമ്മുടെ സിസ്റ്റത്തെ നുഴഞ്ഞു കയറിയിരിക്കും. എന്നിട്ട് സമയം വരുമ്പോൾ മാത്രം നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സൈബർ ക്രൈമാണ് ട്രോജൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എ മാൽവെയർ വിച്ച് സീംസ് ടു ബി യൂസ്ഫുൾ ബട്ട് കോസസ് സീരിയസ് ഡിസ്ട്രക്ഷൻ ഈസ് കോൾഡ് ട്രോജൻ വൈറസ്. ഒരു മാൽവെയർ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നും, പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന് സീരിയസ് ഡിസ്ട്രക്ഷൻ വരുത്താൻ ചാൻസ് ഉള്ളതാണ് ഈ ട്രോജൻ വൈറസ് എന്ന് പറയുന്നത്. വെൻ ആക്ടിവേറ്റഡ് ഇറ്റ് ക്യാൻ പെർഫോം എനി number of attacks on the host, like initiating pop-ups, deleting files, stealing data or activating and spreading other viruses. അപ്പം ഇത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പം കയറിയിരിക്കുന്ന ഒരു സമയം ആക്ടിവേറ്റ് ആകാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഹോസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ക്രൈമും ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പോപ്പപ്സ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഡിലീറ്റിംഗ് ഫയൽസൊക്കെ, നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റയെ സ്റ്റീൽ ചെയ്യുന്നു, അതുപോലെ തന്നെ അതർ വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ട്രോജൻ വൈറസിൻ്റെ അല്ലെങ്കിൽ ട്രോജൻ അറ്റാക്കിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ആണ് വൈറസ് ആൻഡ് വേം അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം വൈറസ് ആൻഡ് വേം അറ്റാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ വൈറസ് ഇസ് എ മാൽവെയർ ദാറ്റ് പ്രൊപ്പഗേറ്റ് ബൈ ഇൻസേർട്ടിങ് എ കോപ്പി ഓഫ് ഇറ്റ്സെൽഫ് ഇൻടു ആൻഡ് ബിക്കമിങ് എ പാർട്ട് ഓഫ് അനദർ പ്രോഗ്രാം. ഇറ്റ് സ്പ്രെഡ്സ് when the software or document they are attached to is transferred from one computer to another using the network. ഇപ്പം വൈറസ് എന്ന് പറയുമ്പോൾ
ആ വൈറസിൻ്റെ ഒരു കോപ്പി, അതിൻ്റെ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കി അതർ പ്രോഗ്രാമിനെ ബാധിക്കുന്നു. ഒരു പ്രോഗ്രാമിനെ ബാധിക്കുന്നതാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പം ഒരു മീഡിയം വേണം വൈറസിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ. സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഒരു സോഫ്റ്റ്വെയറിൽ കിടക്കുന്ന വൈറസ് എന്ന് പറയുന്നത് വേറൊരു സിസ്റ്റത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. പക്ഷേ എന്ന് പറയുന്നത് സെൽഫ് റിപ്ലിക്കേറ്റ് ആണ്. അപ്പം അതിൻ്റെ തന്നെ വൈറസിനെ പോലെ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കും. പക്ഷേ ഒരു ഹോസ്റ്റ് വേണമെന്നില്ല, തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഇപ്പം വേം ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ്. പക്ഷേ വൈറസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ആണ് സാധാരണ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. വൈറസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെത്താനെ റെപ്ലിക്കേറ്റ് ചെയ്യും. Worms are similar to viruses as they can duplicate copy of themselves to cause damage, but they do not require an infected host file or human helps to propagate. ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് ഫയൽ വേണമെന്നില്ല, തന്നെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഹോസ്റ്റ് ഫയൽ വേണമെന്നില്ല. പക്ഷേ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റ് ഫയൽ വേണം. Worms spread by exploiting the vulnerability in the target system and make use of information transport features of the system to travel by its own. അപ്പം വേംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീച്ചേഴ്സിനെയാണ് ബാധിക്കുന്നതെങ്കിൽ വൈറസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രോഗ്രാമിനെയാണ് ബാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ആണ് ഇമെയിൽ സ്പൂഫിങ്. ഇമെയിൽ സ്പൂഫിങ്ങും ഉണ്ട്, സ്പാമിങ്ങും ഉണ്ട്. അപ്പോൾ ഇമെയിൽ സ്പാമിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ സ്പൂഫിങ്ങിനകത്ത് സെൻഡേഴ്സ് ഇൻഫോർമേഷൻ ഇല്ലാതെ ഇമെയിൽസ് അയക്കുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമെയിൽ സ്പൂഫിംഗ് വഴി നമ്മൾ ആ റിപ്ലൈ ഒന്നും അയക്കാത്തത് കൊണ്ട് നമ്മൾ മെയിൽ സെൻഡേഴ്സിന് തിരിച്ച് അയക്കുമ്പോഴത്തേനും വൈറസ് കയറി പറ്റുന്നു. അങ്ങനെയാണ് ഇമെയിൽ സ്പൂഫിങ് നടക്കുന്നത്. പിന്നെ ഇമെയിൽ സ്പാമിംഗ് ഉണ്ട്. സ്പാമിലേക്ക് 1000 ഓഫ് ചങ്ക് മെസ്സേജസ് അയക്കുന്നതിനെയാണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഉണ്ട് ഇമെയിൽസ് വിത്ത് മലീഷ്യസ് കോഡ്സ്. അപ്പോൾ ഇമെയിൽസിനകത്ത് മലീഷ്യസ് കോഡ്സ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇമെയിൽ വിത്ത് malicious codes attacks എന്ന് പറയുന്നത്. Malware or malicious code refers to malicious software. They are intended to damage, steal or inflict illegitimate action on data, networks or host computers. അപ്പം ഈ malicious code സോഫ്റ്റ്വെയർ ഇമെയിൽ വഴി അറ്റാച്ച് ചെയ്ത് വെക്കും. അപ്പം അതിനകത്ത് വൈറസ് അല്ലെങ്കിൽ വേംസ് അല്ലെങ്കിൽ ട്രോജൻസ് യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇമെയിൽ വിത്ത് മലീഷ്യസ് കോഡ്സ് എന്ന് പറയുന്ന അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൈബർ ക്രൈമാണ് ഇമെയിൽ ബോംബിങ്. ഇപ്പം ഇമെയിൽ ബോംബിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മെസ്സേജ് തന്നെ റിപ്പീറ്റ്ലി സെൻഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ മെയിൽസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇമെയിൽ ബോംബിങ് എന്ന് പറയുന്നത്. ഇറ്റ് involves repeatedly sending an identical email messages, threatening emails or defamatory emails to a particular address. ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് റിപ്പീറ്റായിട്ട് ഒരു മെസ്സേജ് അയച്ച് ഇമെയിൽ മെസ്സേജ് അയച്ച് സിസ്റ്റത്തിനെ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ വൈറസ് നിറയ്ക്കുന്നതാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ലോജിക്കൽ ബോംബ്. എ ലോജിക്കൽ ബോംബ് ഈസ് എ മലീഷ്യസ് പ്രോഗ്രാം ഓർ സ്ലൈ കോഡ് ദാറ്റ് ഈസ് ഇൻറ്റൻഷനലി ഡിസൈൻഡ് ടു എക്സിക്യൂട്ട് വെൻ സ്പെസിഫിക് കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പോൾ ലോജിക്കൽ ബോംബ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ മാത്രമേ ഈ ലോജിക്കൽ ബോംബ് അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഇറ്റ് കോസസ് ഹാം അറ്റ് അസേർഷൻ പോയിൻ്റ് ഓഫ് ടൈം ഓർ വെൻ ആൻ ആപ്ലിക്കേഷൻ ഈസ് റൺ ബട്ട് ഈസ് ഇനാക്റ്റീവ് അണ്ടിൽ ദെൻ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ മാത്രം, അതിനു വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത്, ഒരു സ്ലൈ കോഡ്. അപ്പോൾ ആ പ്രോഗ്രാം എപ്പോഴാണോ റൺ ചെയ്യുന്നത് ആ സമയത്തിന് മാത്രമേ സിസ്റ്റത്തിനെ ബാധിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈ ലോജിക്കൽ ബോംബ് ഇനാക്ടിവേറ്റ് ആയി പോകുന്നു. ഇനി ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്സ് എന്താണെന്ന് നോക്കാം.
Flooding a computer resource with more requests than it can handle is called a DOS. The system or networks get entirely disabled so that service is denied to authorized users. ഇപ്പം ഫ്ലഡിങ് ഉണ്ടാക്കുക, ഒന്നിൽ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിക്വസ്റ്റൊക്കെ അയച്ച് ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കട്ടാക്കി കളയുക. അപ്പം ഓതറൈസ്ഡ് യൂസേഴ്സിന് സമയത്തിന് റിസോഴ്സ് കിട്ടാതിരിക്കുന്ന സാഹചര്യമാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പം ആവശ്യമില്ലാതെ തന്നെ ചുമ്മാ റിക്വസ്റ്റുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ, നെറ്റ്വർക്ക് ഹാക്കാവും. അപ്പം ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കും. അതാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ് എന്ന് പറയുന്നത്. ഇനി ഫോർജറി ഉണ്ട്. അപ്പോൾ ഫോർജറി എന്ന് പറയുമ്പം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനെയാണ് ഫോർജറി എന്ന് പറയുന്നത്. ഇനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷൻസ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വയലേഷൻ എന്ന് പറയുമ്പം നമ്മൾ ചില അസൈൻമെൻ്റ് എല്ലാം നോക്കുമ്പോൾ കാണാം, എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയും കാണുമ്പോൾ ഒരു കോപ്പി റൈറ്റ് കാണാം. അപ്പം നമ്മൾ ഈ കോപ്പി റൈറ്റിനെ ഇപ്പോൾ ഒരാളുടെ പ്രൈവസി, ഒരാളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ കോപ്പി റൈറ്റ് ഇൻഫ്രിങ്മെൻ്റ് ഉള്ള ഫയൽസ് എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടേതായി മാറ്റുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വയലേഷൻസ് എന്ന് പറയുന്നത്. അതൊരു സോഫ്റ്റ്വെയർ പൈറസി ആകാം, കോപ്പി റൈറ്റ് ഇൻഫ്രിങ്മെൻ്റ് ആകാം, ട്രേഡ് മാർക്ക് വയലേഷൻ ആകാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് കാറ്റഗറി ഓഫ് സൈബർ ക്രൈംസിൽ പെടുന്നതാണ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. കമ്പ്യൂട്ടർ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്ത് സൈബർ ക്രൈംസ് നടത്തുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ക്രൈംസ് എന്താണെന്ന് നോക്കാം. യൂസിങ് സ്റ്റോളൻ കാർഡ് ഇൻഫർമേഷൻ ഓർ ഫേക്ക് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് ടു സ്റ്റീൽ മണി ടു ഗെയിൻ ആക്സസ് ടു കോൺഫിഡൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇപ്പം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫേക്ക് ചെയ്തിട്ട് നമ്മുടെ മണീനെയൊക്കെ ആക്സസ് ചെയ്യുന്നു, നമ്മുടെ പൈസ എടുക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പൈസ എടുക്കുന്നതിനെയാണ് ബാങ്കിങ് ഓർ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ക്രൈംസ് എന്ന് പറയുന്നത്. ഇനി സൈബർ സ്റ്റോക്കിംഗ് ഉണ്ട്. ഒരു പേഴ്സണിൻ്റെ മൂവ്മെൻറ്റിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന അടുത്ത ടൈപ്പ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഫോളോവിങ് എ പേഴ്സൺസ് മൂവ്മെൻറ്റ് അക്രോസ് ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് സൈബർ സ്റ്റോക്കിംഗ്. ഒരു പേഴ്സൻ്റെ മൂവ്മെൻറ്റ് ഇൻ്റർനെറ്റിലൂടെ വാച്ച് ചെയ്യുന്നതാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സൈബർ ക്രൈം എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഹാസ് മെയ്ഡ് സ്റ്റോക്കിംഗ് ഈസിലി. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനകത്ത് ഇപ്പോൾ ഒരാൾ എന്താ ചെയ്യുന്നത്, അടുത്ത ടൈമിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സൈബർ ക്രൈം. പിന്നെയുണ്ട് ഡാറ്റ ഡിഡ്ലിങ്. ഡാറ്റ ഡിഡ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ഒറിജിനൽ ഡാറ്റയെ മാറ്റുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനാണ് ഡാറ്റ ഡിഡ്ലിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ ഡ്യൂറിങ് ഓർ ബിഫോർ ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ. ഇൻഫർമേഷൻ ഈസ് ചേഞ്ച്ഡ് ഫ്രം ദ വേ ഇറ്റ് ഷുഡ് എൻറ്റേർഡ് either manually or through computer program. Usually a virus changes the data input or a programmer of the application pre-programmed it to be changed. അപ്പം ഒരു ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഒറിജിനൽ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഡിഡ്ലിങ് എന്ന് പറയുന്നത്. തെഫ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് അവേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു പേഴ്സണ് ഇൻ്റർനെറ്റ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അയാളുടെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി നേരം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് തെഫ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് അവേഴ്സ് എന്ന് പറയുന്നത്. അയാളാണ് പൈസ അടച്ചത്, പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മളാണ്. അതിനെയാണ് തെഫ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് അവേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഫിഷിങ്. Making websites or sending emails that look like original are exactly usernames, password, credit card details, etc. Messages appears to come from well-known and trustworthy websites. Websites are frequently spoofed by fishers include PayPal, eBay, MSW, Yahoo, BestBuy and America Online. അപ്പം നമ്മൾ ഒറിജിനൽ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇമെയിൽസ് അയക്കുന്നത്, ഒരു വെബ്സൈറ്റിലേക്ക്
ഇമെയിൽ അയക്കുന്നത് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒറിജിനലായിട്ടുള്ള ഒരു സൈറ്റിൻ്റെ തന്നെ ഇമെയിൽസ് അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ സ്ക്വാട്ടിംഗ് ഉണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു രജിസ്റ്ററിങ് ഡൊമൈൻ നെയിംസ് ആൻഡ് ക്രിയേറ്റിംഗ് ട്രേഡ് മാർക്ക് ഐഡൻറ്റിക്കൽ ടു പോപ്പുലർ സർവീസ് പ്രൊവൈഡേഴ്സ് വിത്ത് വ്യൂ ടു എക്സ്പ്ലോയിറ്റ് ബെനഫിറ്റ് ബൈ അട്രാക്റ്റിംഗ് ദെയർ യൂസേഴ്സ്. അപ്പം സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിംസ് സ്ക്വാട്ട് ചെയ്യുന്നതിനാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഒറിജിനലായിട്ടുള്ള സർവീസിൻ്റെ തന്നെ ട്രേഡ് മാർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതിനകത്തൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനലായിട്ട് തന്നെ തോന്നും, ഒറിജിനലായിട്ടുള്ള സൈറ്റിൻ്റെ ട്രേഡ് മാർക്ക് പോലെ തന്നെ ചെയ്യും. അങ്ങനെ യൂസേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ പറഞ്ഞായിരുന്നു, മേക്കിംഗ് വെബ്സൈറ്റ്സ് ഓർ സെൻഡിങ് ഇമെയിൽസ് ദാറ്റ് ലുക്ക് ലൈക്ക് ഒറിജിനൽ ആൻഡ് എക്സാക്റ്റിംഗ് യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എക്സെട്ര. അപ്പം വെബ്സൈറ്റ് അല്ലെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യുക, അത് ഒറിജിനലാണെന്ന് കാണിക്കും. ഒറിജിനൽ യൂസർ നെയിമും പാസ്വേഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരാളുടെ ഡീറ്റെയിൽസിനെ ഫിഷ് ചെയ്യുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിങ്ങിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന മെസ്സേജുകൾ. ഇപ്പം ഒറിജിനൽ അല്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഇമെയിലിനകത്ത് കടന്നു കയറാൻ വേണ്ടി വരുന്ന മെസ്സേജുകളായിരിക്കും ഇതെന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുമ്പം ഒരു ഒറിജിനൽ കമ്പനിയുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കി ആൾക്കാരെ കബളിപ്പിക്കുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലിസ്റ്റ് ഓഫ് കോമൺ സൈബർ ക്രൈംസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സൈബർ ക്രൈംസ് എന്താണെന്ന് പറഞ്ഞപ്പം കണ്ടായിരുന്നു, ഇത് കമ്പ്യൂട്ടർ ടാർജറ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അതർ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ താഴെപ്പെടുന്ന കുറേ സൈബർ ക്രൈംസും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒരു വെപ്പണായിട്ട് ഉപയോഗിച്ച് നമ്മൾ റിയൽ വേൾഡ് ക്രൈംസ് നടത്തുന്നതിന്. ഇങ്ങനെയാണ് 2 ടൈപ്പ് ഓഫ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. നമ്മൾ പേജ് നമ്പർ 48 തൊട്ട് 52 വരെയാണ് സൈബർ ക്രൈംസ് കണ്ടത്. ഇത് മിക്കവാറും ഡീപാർട്ടിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് എല്ലാവരും പഠിച്ചിരിക്കുക.